കിഷ്കിന്ധകാണ്ഡം ദുരൂഹതയിൽ പൊതിഞ്ഞ ഒരു മധുരമുള്ള സിനിമയാണ്. അതിലെ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും ഒക്കെ മൂടി വയ്ക്കപ്പെട്ട കുറേയധികം രഹസ്യങ്ങളുടെ കനമുള്ളവരാണെന്ന് ആദ്യം തോന്നും. ക്രമേണ ഓരോ കഥാപാത്രങ്ങളെയും അടുത്തറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവരോട് വല്ലാത്ത ഇഷ്ടവും തോന്നും. അങ്ങനെ ഒരു കഥാപാത്രമാണ് അപ്പുപിള്ള. അപ്പുപിള്ള ആർമി ഓഫീസറായിരുന്നു. അവിടുന്ന് പറഞ്ഞു വിടുകയാണ് അദ്ദേഹത്തെ. കാരണം അദ്ദേഹത്തിന് മറവി രോഗമുണ്ട്. വീട്ടിലെത്തുന്ന അദ്ദേഹം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നാട്ടിലും വീട്ടിലും തനിക്ക് മറവി രോഗം ഉണ്ടെന്ന് അറിയിക്കാതിരിക്കാനാണ്. അതിനുവേണ്ടി ഇയാൾ മുറിയിൽ എല്ലാ കാര്യങ്ങളും ഒരു ഡയറിയിലെടുത്ത് എഴുതി വെക്കുക. അയാളുടെ പേര്, വീട്ടിലെ ആൾക്കാരുടെ പേര്, അയാളുടെ ഹിസ്റ്ററി, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വയ്ക്കും. ഓരോ ദിവസം രാവിലെ ഇതെടുത്ത് വായിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട ഓർമ്മകളെ തിരിച്ചെടുക്കുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി, 4 വയസ്സുള്ള പേരക്കുട്ടിയെ കാണാതെ പോവാണ്. പോലീസിൽ അറിയിക്കുന്നുണ്ട്. പോലീസിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. ആ ദിവസങ്ങളിലാണ് ഈ മനുഷ്യൻ കണ്ടെത്തുക ഇയാളുടെ കയ്യിലുള്ള പിസ്റ്റളിൽ നിന്ന് ഒരു ബുള്ളറ്റ് കുറവാണ്. ഈ ബുള്ളറ്റ് അവിടെ പോയി. ഈ ബുള്ളറ്റിൻ്റെ പുറകെ ഇയാൾ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് വരുമ്പോൾ ഈ മനുഷ്യന് മനസ്സിലാവുന്നു തൻ്റെ പേരക്കുട്ടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ മകനാണോ മകൻ്റെ ഭാര്യയാണോ അത് ചെയ്യുന്ന അയാൾക്കറിയില്ല. അത് അയാൾ ചോദിക്കാനും പോകുന്നില്ല. അയാൾ ആ സത്യം കണ്ടെത്തി കഴിയുമ്പോൾ കണ്ടെത്തിയ സത്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ് എല്ലാം ഈ മനുഷ്യൻ മുറ്റത്തിട്ട് കത്തിച്ച് കളയാണ്, ആരും കാണാതെ. പിന്നീട് അയാളത് മറന്നുപോകും. വീണ്ടും അയാൾ കാണാതെ പോയ ബുള്ളറ്റിന് പുറകെ അന്വേഷണം പോകുന്നു, കണ്ടെത്തുന്നു. സത്യം കണ്ടെത്തി കഴിയുമ്പോൾ അയാൾ ആ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ കത്തിച്ചളയും. ഒരു ദിവസം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മകൻ അജയൻ അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം അജയന് മനസ്സിലായി അപ്പനെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ അപ്പുപിള്ള മകനോട് പറയുന്നൊരു കാര്യം ഇതാണ്: എൻ്റെ പിസ്റ്റളിൽ നിന്ന് ഒരു ബുള്ളറ്റ് മിസ്സിംഗ് ആണ്. നിങ്ങളുടെ ആരുടെ കൈ കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയില്ല. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ പോലും മർഡർ കേസാണ്. ജീവിതകാലം മുഴുവൻ നിന്നെ ഒരു കുറ്റക്കാരനായിട്ട് കണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആർക്കും ഗുണമില്ലാത്ത സത്യങ്ങൾ ഇങ്ങനെ കത്തിത്തീരട്ടെ. മകൻ ഓടി വന്ന് അപ്പനെ ചേർത്ത് പിടിച്ചിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ഇത് ഗോസ്പലിൽ ഈശോ ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക. എഴുതുന്നത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളാണേ. എന്നിട്ട് ഈശോ പറയുന്നത് എന്താ? ഞാൻ നിന്നെ വിധിക്കുന്നില്ല. നമ്മുടെ വായന അവിടെ വെച്ച് നിർത്തരുത്. പിന്നീട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്: മേലിൽ പാപം ചെയ്യരുത്. ഈശോയുടെ മറവിയും ഈശോയുടെ ക്ഷമയും നമ്മൾ ഇനിയും പരീക്ഷിക്കരുതേ.